إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما وقل لعبادي يقول التي هي أحسن സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആമുഖമായി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്, തത്വം കൊണ്ട് വസീയത്ത് ചെയ്യുകയാണ്. അത്തരത്തിൽ സർവാധിനാഥനായ റബ്ബിൻ്റെ എല്ലാ വിധികളും കീഴൊതുങ്ങിക്കൊണ്ട് പൂർണ്ണമായി പാലിച്ചുകൊണ്ട് സ്വർഗത്തെ കാംക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന സദ്വൃത്തരിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ ഒരു വിഖ്യാതനായ ചിന്തകനോട് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് വന്ന് പറയുന്നുണ്ട്, നിങ്ങളുടെ ഒരു കൂട്ടുകാരനെ പറ്റി ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഇത് കേട്ടപ്പോൾ തന്നെ ഈ ചിന്തകനായ വ്യക്തി അദ്ദേഹം ഇത് പറഞ്ഞ സുഹൃത്തിനോട് പറയുന്നുണ്ട്, ഒരു നിമിഷം, താങ്കൾ ആ പറയുന്ന കാര്യങ്ങൾ പറയാൻ വരട്ടെ, കുറച്ച് കാര്യങ്ങൾ എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞ് 3 കാര്യങ്ങൾ അദ്ദേഹം ആ സുഹൃത്തിനോട് ചോദിച്ചു. താങ്കൾ ഒരു കൂട്ടുകാരനെ പറ്റി പറയാൻ വന്നതാണല്ലോ, ആ പറയാൻ ഉദ്ദേശിച്ച കാര്യം അത് സത്യമാണ് എന്ന് താങ്കൾക്ക് ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ സുഹൃത്ത് പറഞ്ഞു, ഇല്ല, എനിക്ക് അത്ര ഉറപ്പൊന്നുമില്ല സത്യമാണെന്നുള്ള കാര്യം. രണ്ടാമതായി ഇദ്ദേഹം ചോദിച്ചു, താങ്കൾ ഈ പറയാൻ പോകുന്ന കാര്യം അത് ആ വ്യക്തിയെ പറ്റി നല്ല കാര്യമാണോ ചീത്ത കാര്യമാണോ? അപ്പോൾ ആ സുഹൃത്ത് വീണ്ടും പറഞ്ഞു, നല്ല കാര്യം എന്തായാലും അല്ല. മൂന്നാമതായി വീണ്ടും ചോദിച്ചു, താങ്കൾ ഈ പറയുന്ന കാര്യം ആ സുഹൃത്തിനെ പറ്റി ഞാനത് കേട്ടത് കൊണ്ട് എനിക്കതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ ഇല്ലയോ? അപ്പോൾ ആ സുഹൃത്ത് പിന്നെ പറഞ്ഞു, അല്ല, താങ്കൾക്ക് പ്രയോജനം പ്രത്യേകിച്ച് ഉണ്ടാവാൻ സാധ്യതയില്ല. ഈ വ്യക്തി തിരിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ എൻ്റെ ഒരു കൂട്ടുകാരനെ പറ്റി അദ്ദേഹത്തിന് ഉണ്ട് എന്ന് ഉറപ്പില്ലാത്ത, താങ്കൾ പറയാൻ പോകുന്നത് സത്യമാണെന്ന് താങ്കൾക്ക് തന്നെ ഉറപ്പില്ലാത്ത, അത് പറയുന്നത് നല്ലതല്ലാത്ത മോശപ്പെട്ടൊരു കാര്യമായിരിക്കെ, അതും എനിക്ക് യാതൊരു ഉപകാരവും പ്രയോജനവും അതുകൊണ്ട് ഇല്ലാത്ത ഒരു കാര്യം എന്തിനാണ് താങ്കളത് പറയാൻ നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ സുഹൃത്ത് തിരിച്ചു പോകാനുണ്ടായത്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇത്തരം ചില സാഹചര്യങ്ങൾ പല ആവർത്തി നമുക്ക് സംഭവിച്ചിട്ടുണ്ടാവും. എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ആ പറയുന്ന സംഗതി സത്യമാണോ അല്ലയോ എന്ന് ആലോചിക്കാതെ, അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഇല്ലയോ എന്ന് ആലോചിക്കാതെ, അത് നല്ലതാണോ ചീത്തതാണോ എന്നുപോലും ആലോചിക്കാതെ പലപ്പോഴും സോഷ്യൽ മീഡിയയുടെ ഒരു അതിപ്രസരമുള്ള ഇന്നത്തെ ഒരു കാലത്ത് നമ്മൾക്ക് പലതും പറഞ്ഞു പോകുന്നൊരു സാഹചര്യം വിശ്വാസികളിൽ പോലും പലപ്പോഴും കണ്ടുവരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പലപ്പോഴും സംസാരം എന്ന നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള വലിയ ഞാമത്തിനെ പലപ്പോഴും നാം തിരിച്ചറിയാതെ പോകുന്നതിൻ്റെ വലിയ പ്രത്യാഘാതങ്ങളാണ് ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്.
അള്ളാഹു നമുക്ക് നൽകിയ ഒട്ടനേകം അനുഗ്രഹങ്ങളെ പറ്റി ചിന്തിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന മറ്റൊരു അനുഗ്രഹമാണ് സംസാരിക്കാനുള്ള നമ്മുടെ ശേഷി എന്നത്. നമ്മളെല്ലാവരും പല കാര്യങ്ങളും സംസാരിക്കേണ്ടവരാണ്. പക്ഷേ ഈ സംസാരം എന്ന, ഭാഷ എന്ന, നമുക്ക് നൽകിയ നാവ് എന്ന അനുഗ്രഹത്തെ പറ്റി പലപ്പോഴും വീണ്ടും വിചാരം നടത്താൻ നമുക്ക് സാധിക്കാറില്ല. നാവ് എന്ന ഈ ഒരു അനുഗ്രഹം, ഇതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുക പലപ്പോഴും നമ്മളൊന്ന് സമയം മാറിയിരുന്ന് ആലോചിക്കണം. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം നല്ലതാണോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, തിരുത്തേണ്ടതുണ്ടോ എന്ന് നമ്മൾ ഒന്നുകിൽ മാറിയിരുന്ന് ആലോചിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിക്കാനുള്ള എന്തെങ്കിലും ഒരു സന്ദർഭമോ സാഹചര്യമോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകണം. ഒരുപക്ഷെ ഒരു ക്യാൻസർ സംഭവിച്ച് തൊണ്ടയിൽ ഒരിക്കൽ പോലും വളരെ സുഗമമായി സംസാരിച്ചിരുന്ന ആളുകൾ വീട് പൊടുന്നതിന് സംസാരിക്കാൻ കഴിവില്ലാത്ത അവസ്ഥയിലേക്ക് പോവാണ്. അത്തരം അവസ്ഥ നമ്മുടെ ജീവിതത്തിലേക്ക് വരണം. ഇതും അല്ലെങ്കിൽ നമ്മൾ നാളെ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ പരലോകത്ത് അവിടെ നമ്മൾ ചെയ്ത കർമ്മങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്ന കൂട്ടത്തിൽ നമ്മുടെ സംസാരവും വിചാരണ ചെയ്യുമ്പോൾ അപ്പോഴേ നമ്മൾ ആലോചിക്കുകയുള്ളൂ. സഹോദരന്റെ ഒന്നാമത്തെ കാര്യത്തിൽ നമുക്ക് പെടണം. നമ്മുടെ സംസാരം കൊണ്ട് ഒരുപക്ഷെ നമ്മൾ അള്ളാഹു നൽകിയ മറ്റേത് അനുഗ്രഹങ്ങൾ ഉപയോഗിക്കുന്നതിനെ പോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ന്യാമത്താണ് യഥാർത്ഥത്തിൽ നമ്മൾ സംസാരിക്കാനുള്ള ശേഷി എന്നത്. പല കാര്യങ്ങൾ, പല ചിന്തകൾ നമ്മൾ മനസ്സിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ പങ്കുവയ്ക്കലുണ്ട്. ആ പങ്കുവയ്ക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ കണക്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ നാവ് എന്ന അനുഗ്രഹത്തെ എന്തിനാണോ അള്ളാഹു നൽകിയത്, ആ അനുഗ്രഹത്തിന് അതുപോലെ കീഴും നന്ദി കാണിക്കുന്ന രൂപത്തിലാണോ, അതോ അതിന് നേർ വിപരീതമായിക്കൊണ്ടാണോ നമ്മൾ ഈ അനുഗ്രഹത്തെ ഉപയോഗിക്കുന്നത് എന്ന കാര്യം നാം സ്വയം ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ മനുഷ്യരല്ലാത്ത മറ്റ് യാതൊരു ജീവജാലങ്ങൾക്കും ഈ ഭാഷാപരമായ സംസാരം എന്ന ഒരു അനുഗ്രഹം അള്ളാഹു നൽകിയിട്ടില്ല. അവരെല്ലാവരും പല കാര്യങ്ങളും സംവദിക്കുന്നുണ്ട്, പല കാര്യങ്ങളും ആശയവിനിമയം നടത്തുന്നുണ്ട്. പക്ഷേ ഭാഷ കൊണ്ട് സംസാരിക്കുന്ന, സംവദിക്കുന്ന ഒരു അനുഗ്രഹം അള്ളാഹു അവർക്കും നൽകിയിട്ടില്ല. ആലോചിച്ച് ഒരു ചെറിയ കുട്ടി, ആ കുട്ടി വളർന്നു വരുന്ന സമയത്ത് 1-ാമത്തെ വയസ്സിൽ 1.5 വയസ്സൊക്കെ ആകുമ്പോൾ ആ കുട്ടി കുറേ വാക്കുകൾ പറഞ്ഞു തുടങ്ങും. ഈ വാക്കുകളൊന്നും ആ കുട്ടി ആ ഈ എന്ന് എഴുതി പഠിച്ചിട്ടല്ല പറയുന്നത്. അത് സ്വാഭാവികമായും അള്ളാഹു നൽകിയ അനുഗ്രഹം കൊണ്ട് നൈസർഗികമായി തൻ്റെ ഉള്ളിലുള്ള കഴിവുകളെ പ്രചോദനപ്പെടുത്തിക്കൊണ്ടാണ് കുട്ടി ഭാഷ സംസാരിച്ചു തുടങ്ങുന്നത്. ശേഷം പിന്നീട് ഒരു 3-3.5 വയസ്സൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ സംസാരിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ കുട്ടികൾ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞു. അള്ളാഹു നമുക്കൊക്കെ നൽകിയിട്ടുള്ള, നമ്മുടെ കുട്ടികൾ നോക്കേണ്ട, നമ്മളൊക്കെ അങ്ങനെയാണ് വളർന്നു വന്നത്. നമ്മൾ ഇന്ന് സംസാരിക്കുന്നുണ്ട് എങ്കിൽ അള്ളാഹു നമുക്ക് ജന്മനാ നൽകിയ ഒരു വലിയ കഴിവിന്റെ ഒരു ബഹിസ്ഫുരണമാണ് നമ്മളൊക്കെ സംസാരിക്കുന്ന ഈ ഭാഷ എന്ന കാര്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. സൂറത്തുർ റഹ്മാൻ അള്ളാഹു പറയുന്നുണ്ട്, ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ. അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചു, അല്ലമഹുൽ ബയാൻ, അവനെ സംസാരിക്കുവാൻ അള്ളാഹു പഠിപ്പിച്ചു എന്നുള്ളതാണ്. സംസാരം എന്നത് വലിയൊരു അനുഗ്രഹമായിക്കൊണ്ടാണ് അള്ളാഹു ഖുർആനിൽ പറയുന്നത്. അലം നജഅൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ. അള്ളാഹു നമുക്ക് 2 കണ്ണുകൾ, ഐനൈൻ 2 കണ്ണുകൾ തന്നു, വലിസാനൻ ഒരു നാവ് തന്നു, വശഫതൈൻ 2 ചുണ്ടുകൾ തന്നു. ഇതൊക്കെ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹമാണ് എന്ന് നിരന്തരം ആവർത്തിച്ച് ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഈ അനുഗ്രഹങ്ങളെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ അനുഗ്രഹങ്ങളെല്ലാം നാളെ അള്ളാഹു നമ്മളോട് തന്നെ ചോദ്യം ചെയ്യപ്പെടാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന ചിന്ത നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. എന്തെല്ലാം അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ടോ ഇതൊക്കെ നാളെ അള്ളാഹു നമ്മളോട് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ആ ചോദ്യം ചെയ്യപ്പെടുന്ന കൂട്ടത്തിൽ നമ്മളൊക്കെ പലപ്പോഴും പല രൂപത്തിൽ മറന്നു പോകുന്ന ഒരു അനുഗ്രഹമാണ് നമ്മൾ സംസാരിക്കാനുള്ള ഒരു ശേഷി എന്നത്. നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിൽ വാട്സപ്പിൽ നടക്കുന്ന ആശയവിനിമയങ്ങൾ, വാട്സപ്പിലൂടെയുള്ള വോയിസ് റെക്കോർഡിംഗ് ഒക്കെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പോലും ഇട്ട വോയിസുകളിൽ എത്രത്തോളം പിഴവുകൾ ഉണ്ടാവാം ഒന്ന് വീണ്ടും വിചാരം നടത്തി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അത്തരത്തിൽ നമ്മളൊക്കെ വളരെ എളുപ്പത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാവ് എന്ന അനുഗ്രഹം, കേവലം 3 ഇഞ്ചാണ് നാവിന്റെ വീതി, ഒരു 6-7 സെന്റിമീറ്റർ നാവിനുണ്ടാവുക, ഒരു 8 മസിലുകൾ കൊണ്ടാണ് നാവ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ നാവ് എന്ന ഒരു മാംസക്കട്ട കൊണ്ട് നമ്മൾ പുറത്തേക്ക് വിടുന്ന ഒട്ടനവധി കാര്യങ്ങൾ. എങ്ങനെ നമ്മൾ സംസാരിക്കുന്നത്? സംസാരം എന്നത് ഒരുപക്ഷെ അതിന്റെ ശാസ്ത്രീയമായ വശം നോക്കുകയാണെങ്കിൽ വലിയ അത്ഭുതമാണ്. നമുക്ക് നമ്മുടെ മനസ്സിൽ ഒരു സംഗതി നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ, സംസാരിക്കണമെന്ന് ഒരു കാര്യം നമ്മൾ സംസാരിക്കണമെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ, അത് മനസ്സിൽ നമ്മൾ ആലോചിക്കുമ്പോൾ അതൊരു സിഗ്നലായിട്ട് കൊണ്ട് നമ്മുടെ ബ്രെയിൻ നമ്മുടെ നാവിലേക്ക് കൊണ്ടുവരികയാണ്. ഇത് സംസാരമായി പുറത്തു വരണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒറ്റയ്ക്ക് വരില്ല. ആ സിഗ്നൽ എത്തുന്നത് നമ്മുടെ ശ്വാസകോശത്തേക്ക് എത്തുന്നുണ്ട്. നമ്മൾ ശ്വാസം എടുക്കേണ്ടതുണ്ടാവും. ആ ശ്വാസം എടുത്ത് പിന്നീട് ശ്വാസം പുറത്തു വിടുന്ന കൂട്ടത്തിലാണ് നമ്മൾ സംസാരിക്കുക. ഇത് സംസാരിക്കുമ്പോൾ നമ്മുടെ വോക്കൽ കോഡുകളും ശേഷം തുടങ്ങി നമ്മുടെ വായിലെ മസിലുകളും പേശികളും ചുണ്ടുകളും നാവും പല്ലും എല്ലാം ഒന്നിച്ച് ഒരേപോലെ ഏകോപിച്ച് മുന്നോട്ട് പോകുമ്പോഴേ നമുക്കൊരു വിഷയം സംസാരിക്കാൻ കഴിയുന്നുള്ളൂ. ഇതെങ്ങനെയാണ് നടക്കുന്നത്? അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് നമ്മളൊക്കെ സംസാരിക്കുന്നത്. ഈ സംസാരം പോലും അതിലെ ഭാഷയാവട്ടെ, നമ്മുടെ വാക്കുകളാവട്ടെ, വാചകങ്ങളുടെ ഘടനയാവട്ടെ, ഇതെല്ലാം അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ ഈ അനുഗ്രഹത്തെ നാം നോക്കിക്കാണാൻ.
എന്തനുഗ്രഹമാവട്ടെ അതെല്ലാം നമ്മുടെ മേൽ നിരീക്ഷകരായിക്കൊണ്ട് ചില മലക്കുകൾ അതെല്ലാം രേഖപ്പെടുത്തപ്പെടാതെ അത് പോവുകയില്ല എന്ന ആയത്ത് നിരന്തരം നമുക്ക് എപ്പോഴും ഓർമ്മ വരേണ്ടതുണ്ട്. ഈ അനുഗ്രഹത്തെ ഏതനുഗ്രഹത്തെയും പോലെ തന്നെ നന്നായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്വർഗപ്രവേശനത്തിന് വലിയൊരു സഹായകമായ ഒരു ഘടകമായി അത് മാറും. എന്നാൽ ഇത് മോശമായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും സംഭവിക്കാറുള്ളത് പോലെ നമ്മുടെ നരകത്തിലേക്കുള്ള യാത്രയിലേക്ക് ഇത് ഒരുപാട് നമുക്ക് എളുപ്പം നൽകും എന്നതും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുന്നതായിട്ട് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലാ യസ്തഖീമു ഈമാനു അബ്ദിൻ ഹത്താ യസ്തഖീമ ഖൽബുഹു വലാ യസ്തഖീമു ഖൽബുഹു ഹത്താ യസ്തഖീമ ലിസാനുഹു. ഒരു വ്യക്തിയുടെ ഹൃദയം നേരെയാവുന്നത് വരെ അവന്റെ ഈമാൻ ശരിയാവുകയില്ല എന്നുള്ളതാണ്. നമ്മുടെ ഈമാൻ ഏറ്റവും പ്രോപ്പർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം ഏറ്റവും ഇസ്തിഖാമത്തോട് നിലനിൽക്കണം. ഹൃദയത്തിന് ഇസ്തിഖാമത്ത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഹൃദയത്തിന് ഇസ്തിഖാമത്ത് ലഭിക്കേണ്ട അത് സ്വമേധയ ഉണ്ടാവുന്ന ഒന്നല്ല, നമ്മുടെ നാവിന് ഇസ്തിഖാമത്ത് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. നമ്മുടെ നാവിന് സ്ഥൈര്യം ഉണ്ടെങ്കിലേ നമ്മുടെ ഹൃദയത്തിന് സ്ഥൈര്യം ഉണ്ടാവുകയുള്ളൂ. ആ ഹൃദയം സ്ഥിരതയോടെ നിന്നാലേ നമുക്ക് ഈമാൻ പ്രോപ്പറായി നിലനിൽക്കുകയുള്ളൂ എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ഈമാനിനെ പോലും ബാധിക്കുന്ന വിഷയമാണ് നമ്മുടെ നാവുകളിൽ സംഭവിച്ചു പോകുന്ന നമ്മൾ പോലും ചിന്തിക്കാത്ത രൂപത്തിലുള്ള നമ്മുടെ സംസാരങ്ങൾ എന്നത്. ഗൗരവകരമായി നമ്മൾ കാണണം. പലപ്പോഴും ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരുപാടധികം പ്രശ്നങ്ങൾക്കുള്ള ഒരു ഹേതുവാണ്, ഒരു കാരണക്കാരനാണ് നമ്മുടെ നാവ് എന്നുള്ളത്. ഭാര്യ ഭർത്താക്കൾ തമ്മിലുള്ള പല പ്രശ്നങ്ങളാവട്ടെ, ജ്യേഷ്ഠാഞ്ജന്മാർ തമ്മിലുള്ള ഇപ്പോഴുമുള്ള പല അസ്വാരസ്യങ്ങളാവട്ടെ, കുടുംബ തർക്കങ്ങളാവട്ടെ, സുഹൃത്തുക്കൾ തമ്മിലുള്ള ദേഷ്യങ്ങളാവട്ടെ, വിദ്വേഷങ്ങളാവട്ടെ, ഇങ്ങനെയുള്ള എന്തെല്ലാം തർക്കങ്ങളും വിദ്വേഷങ്ങളും ഉണ്ടോ അതിനൊക്കെ ഒരു പരിധി വരെ ഒരു കാരണക്കാരൻ നമ്മുടെയൊക്കെ നാവുകളായിരിക്കാം. ഇനി ഈ തർക്കങ്ങളിലേക്ക് ഒന്നും പോകണ്ട. ഏറ്റവും നന്നായി ഈമാനികമായി നല്ല രൂപത്തിൽ ഇബാദത്തുകൾ ചെയ്തു വരുന്ന ആളുകൾക്ക് പോലും രാത്രി എഴുന്നേറ്റ് ഇശാനസ്കാരത്തിന് ശേഷം നേരത്തെ കിടന്നുറങ്ങി രാവിലെ സുബഹിക്ക് മുമ്പ് തഹജ്ജുദ് നമസ്കരിച്ച് സുബഹിന് ശേഷമുള്ള മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ച് സുബഹി ജമാഅത്ത് നമസ്കരിക്കുന്ന വ്യക്തികൾക്ക് പോലും സുബഹി കഴിഞ്ഞ് പുറത്തിറങ്ങി രാവിലെ നടക്കാൻ ഇറങ്ങുമ്പോൾ കൂട്ടുകാരുമൊത്ത് ഒന്നിച്ച് നടക്കുന്നതെങ്കിൽ ആ സംസാരത്തിൽ പലപ്പോഴും വരുന്നത് ഈ രാത്രി മൊത്തം ചെയ്ത എല്ലാ വിഭാഗത്തുകളും ബാത്തിലാവുന്ന രൂപത്തിലുള്ള സംസാരങ്ങളാണ്. എത്രത്തോളം നമുക്ക് നമ്മൾ പോലും അറിയാത്ത രൂപത്തിൽ പല വിദ്വേഷങ്ങളും, നമ്മൾ സംസാരത്തിൽ പല ഏഷണികളും, കളവുകളും, മറ്റുള്ളവരെ പറ്റിയുള്ള പരിഹാസങ്ങളും ഒക്കെ നമ്മൾ പോലും അറിയാതെ കടന്നു വരുന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എന്നോ പറഞ്ഞ വാക്കാണ് പലപ്പോഴും പലരും ഇന്നും എടുത്ത് പോട്ടില്ല. എന്നാൽ നീ അന്ന് ഇങ്ങനെ പറഞ്ഞില്ലേ, ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു, അത് എനിക്ക് ഇവിടെ കൊണ്ടിട്ടുണ്ട്. അത് കൊണ്ടതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും എനിക്ക് ദേഷ്യമുള്ളത് എന്ന് പറഞ്ഞ് തലമുറകളോളം ആ ദേഷ്യവും വിദ്വേഷവും കൈമാറി പോകുന്നൊരവസ്ഥ. വാവിട്ട വാക്കുണ്ടാക്കുന്ന പ്രഹരം അത് ഭയങ്കരമായ പ്രഹരം ഉണ്ടാക്കുന്ന പലപ്പോഴും കാണാൻ കഴിയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഭയപ്പെട്ടത് എന്തിനെയാണ് എന്ന് ചോദിക്കുന്നുണ്ട്. പ്രവാചകരെ, താങ്കൾ ഏറ്റവും അധികം ഭയപ്പെട്ടത് എന്തിനെയാണെന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ ഈ നാവിനെ പിടിച്ചുകൊണ്ട് പറയുന്നത് ഇതിനെയാണ് ഞാൻ ഏറ്റവും അധികം പേടിച്ചിട്ടുള്ളത്, ഭയപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് ആ നാവിനെ ഏറ്റവും കൂടുതൽ നന്നാക്കാൻ നമ്മുടെ തിന്മകൾക്കുള്ള ഒരു പ്രധാനപ്പെട്ട കാരണക്കാരനായ ആ നാവിനെ അക്തറു ഖതായ ഇബ്നു ആദം ഫീ ലിസാനി, ഏറ്റവും അധികം തിന്മകൾ ആദമിന്റെ സന്തതികൾ ചെയ്യുന്നത് ഈ നാവ് കൊണ്ടാണ് എന്ന് പ്രവാചകൻ നമുക്ക് പഠിപ്പിക്കുകയാണ്. വാവിട്ട വാക്കും കൈവിട്ട ആയുധവും തിരിച്ചെടുക്കാൻ ഇല്ലെന്ന് പലപ്പോഴും കേട്ടിട്ടുണ്ട്. കൈവിട്ട ആയുധം ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയില്ല. പക്ഷെ ആ ആയുധം ഉണ്ടാക്കുന്ന മുറിവ് അത് ചിലപ്പോൾ ഒരാഴ്ചയോ 2 ആഴ്ചയോ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മുറിവ് ഉണങ്ങും. പക്ഷെ വാവിട്ട വാക്ക് അങ്ങനെയല്ല. ആ വാക്കിലൂടെ ഉണ്ടാവുന്ന മുറിവ് അതൊരിക്കലും ഉണങ്ങിക്കൊള്ളണമെന്നില്ല. അത് വീണ്ടും ഒരു പഴുപ്പായി, ആ പഴുപ്പ് ഒരുപാട് തലമുറകളോളം കൈമാറ്റപ്പെടുന്ന ഒരു സംഗതിയായിട്ട് മാറാൻ കഴിയും. പലപ്പോഴും അത് അവിടെയും നിൽക്കാറില്ല. പല ആളുകൾക്കും നമ്മുടെ സംസാരം മൂലം ഉണ്ടാകുന്ന വിഷയങ്ങൾ, വിഷമങ്ങൾ, സങ്കടങ്ങൾ അത് അവരുടെ ഡിപ്രഷനിലേക്കും പലപ്പോഴും ആത്മഹത്യകളിലേക്ക് വരെ പോയിട്ടുള്ള കേവലം ഒരാളുടെ സംസാരം ചിലപ്പോൾ മൗനം പോലും ആത്മഹത്യയിലേക്ക് പോയ ഒട്ടനവധി സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിൽ നമ്മുടെ നാവിനെ അത്ര ഗൗരവകരമായി നമ്മൾ നോക്കിക്കാണണം. നമുക്ക് മനസ്സിലുണ്ടാകുന്ന എല്ലാ വികാരങ്ങളും അതെല്ലാം പ്രകടിപ്പിക്കാനുള്ളതല്ല. മനസ്സിൽ വരുന്ന എന്ത് വികാരമാവട്ടെ, ദേഷ്യമാവട്ടെ, സന്തോഷമാവട്ടെ, ഇതെല്ലാം എല്ലായ്പ്പോഴും എല്ലാ സന്ദർഭങ്ങളിലും പ്രകടിപ്പിക്കാനുള്ളതല്ല. അള്ളാഹു നമുക്ക് ഒരുപാട് ഇന്ദ്രിയങ്ങൾ നൽകിയിട്ടുണ്ട്. നാവാവട്ടെ, കണ്ണാവട്ടെ, കാതാവട്ടെ, തൊലിയാവട്ടെ, ഈ എല്ലാ ഇന്ദ്രിയങ്ങളുടെയും ഒരു ബഹിസ്ഫുരണമാണ്, ഒരു പുറത്തേക്ക് നമ്മൾ നിർഗമിക്കുന്നത് പലപ്പോഴും ഈ നാവിലൂടെയാണ്. നമ്മൾ കേൾക്കുന്ന ഒരു കാര്യം, നമ്മൾ കാണുന്ന ഒരു കാര്യം, നമ്മൾ അനുഭവിച്ചറിയുന്ന ഒരു കാര്യം, ഇതെല്ലാം ഈ മറ്റ് ഇന്ദ്രിയങ്ങളിലൂടെ എല്ലാം നടക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ആഗമിക്കുന്ന നമുക്ക് കിട്ടുന്ന കാര്യങ്ങളെല്ലാം പുറത്തേക്ക് വരുന്ന ഒരുപക്ഷെ പലപ്പോഴും നമ്മുടെ നാവിലൂടെയാണ്. മറ്റ് ഇന്ദ്രിയങ്ങൾക്കൊന്നും പുറത്തേക്ക് കാണിക്കാനുള്ള കഴിവ് ഒരു പരിധി വരെ ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷെ നാവിലൂടെ ഉണ്ടാക്കുന്ന അത്തരത്തിലെ ഒരു സമീപനം അത് പലപ്പോഴും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. സ്വന്തം നാവിനെ സൂക്ഷിക്കുന്നവനാണ് യഥാർത്ഥ മുസ്ലിം എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ചിരുന്നുണ്ട്. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഒരു മുസ്ലിം ആവുന്നത് മറ്റു മുസ്ലിമീങ്ങൾ, അവന്റെ സഹോദരങ്ങൾ അവന്റെ നാവിൽ നിന്നും അവന്റെ കയ്യിൽ നിന്നും അവർ എത്രത്തോളം സുരക്ഷിതരാകുന്നുവോ അപ്പോഴാണ് അവൻ യഥാർത്ഥ മുസ്ലിമായി മാറുക. അത്തരം ആളുകൾക്കാണ് സ്വർഗമുള്ളത് എന്നും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നുണ്ട്.
നമുക്കൊക്കെ സ്വർഗമാണ് ആഗ്രഹം. സ്വർഗത്തിലേക്കുള്ള എന്തെല്ലാം വിഭവങ്ങളുണ്ടോ അതൊക്കെ നേടിയെടുക്കാൻ വ്യഗ്രത കൊള്ളുന്ന, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു മുസ്ലിമിന്റെ ജീവിതം അത്രത്തോളം സൂക്ഷ്മമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞാൻ നിങ്ങളൊക്കെ. ആ നമ്മുടെ വിവാദത്തുകളെല്ലാം വെള്ളത്തിലാവുന്ന, ബാത്തിലാവുന്ന രൂപത്തിലേക്കാണ് പലപ്പോഴും നമ്മുടെ നാവ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. അത്തരത്തിൽ സൂക്ഷ്മതയോടുകൂടി നമ്മുടെ നാവിനെ നോക്കിക്കാണാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രവാചകൻ പറയുന്നുണ്ട്, ഇരു താടിയെല്ലുകൾക്കിടയിലുള്ളതിന്റെയും ഇരു കാലുകൾക്കിടയിലുള്ളതിന്റെയും കാര്യത്തിൽ ആരെങ്കിലും എനിക്ക് ജാമ്യം നൽകുന്നുവോ അവനെ സ്വർഗത്തിൽ ഞാൻ ജാമ്യം നൽകും. അൽമനു ലഹു അൽ ജന്ന. സ്വർഗത്തിൽ അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് ജാമ്യം നൽകുന്നത് എന്തിനാണ്? നമ്മുടെ രണ്ട് താടിയലുകൾക്കിടയിലുള്ള ഈ അവയവത്തെയും രണ്ട് കാലുകൾക്കിടയിലുള്ള ഗുഹ്യാവയവത്തെയും നമ്മൾ എത്രത്തോളം സൂക്ഷ്മത പാലിക്കുന്നുവോ ആ സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ പരലോകത്ത് അവർക്ക് വേണ്ടി ജാമ്യം നൽകുമെന്നാണ് പറയുന്നത്. അത്രത്തോളം സ്വർഗത്തിലേക്ക് നമ്മളെ ഏറ്റവും അടുപ്പിക്കുന്ന രണ്ട് അവയവങ്ങളാണ് നമ്മുടെ നാവും നമ്മുടെ ഗുഹ്യാവയവവും. ഒരുപക്ഷെ നമ്മൾ സംഭവിക്കുന്നത് നമ്മുടെ വായിലൂടെ സംഭവിച്ചു പോകുന്ന നാവിനോട് തന്നെ ഗൗരവകരമാണ് നമ്മുടെ ഗുഹ്യാവയവം അല്ലെങ്കിൽ നമ്മുടെ ലൈംഗികമായ സൂക്ഷ്മത. അത്രത്തോളം രണ്ടും ഘടിപ്പിച്ച് രണ്ടും ഒന്നിച്ചു കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മുടെ നാവിലൂടെ സംഭവിച്ചു പോകുന്ന കാര്യങ്ങൾ നമ്മൾ പോലും അറിയാതെ മുന്നോട്ട് പോകുന്നതാണ്. എന്നുവെച്ചാൽ ഇന്ന് ട്രോളുകളാണ് പലപ്പോഴും കാണാൻ കഴിയുന്നത്. പുതിയ തലമുറ പലപ്പോഴും ഒരു വിഷയത്തെ മറ്റൊരാൾ സമ്മതിക്കാൻ പോലും ട്രോളുകൾ ഉപയോഗിക്കുന്ന, ആ ട്രോളുകളിൽ ഭൂരിഭാഗം നമ്മൾ കാണുന്നത് പരസ്പരം കളിയാക്കുന്ന വിഷയങ്ങളാണ്. ഒരു വ്യക്തി എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞതിനെ മറ്റൊന്നുമായി താരതമ്യം ചെയ്ത് ട്രോളായിക്കൊണ്ട് പരിഹസിച്ച് കളിയാക്കിക്കൊണ്ട് പുറത്തു വരുന്ന ഒരു സാഹചര്യം. ഇത് എത്രത്തോളം ഗുരുതരാണ് മനസ്സിലാക്കണം. ഈ ട്രോളുകളിലൂടെ സംഭവിക്കുന്നത് റീബത്തും നമീമത്തും പറയുക മാത്രമാണ്. പലപ്പോഴും ഇതൊന്നും ഒരു വളരെ പോസിറ്റീവായി ക്രിയാത്മകമായ ട്രോളുകൾ നമുക്ക് കാണാൻ കഴിയില്ല. മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞ് അതിലൂടെ സന്തോഷം കണ്ടെത്തി ആനന്ദം കണ്ടെത്തുന്ന ഒരു രൂപം ഇത് പലപ്പോഴും കാണാൻ കഴിയും. തമാശകളിലൂടെ കളവുകൾ പറയാം. എല്ലാവരെയും ചിരിപ്പിക്കാൻ വേണ്ടി നാലാളങ്ങനെ കൂടുമ്പോൾ തമാശ പറയുന്ന ഒരാളിങ്ങനെ ഉണ്ടായി വരിക. ആ തമാശ പറഞ്ഞെങ്കിൽ അവരെ സ്വീകാര്യത കൂടുതൽ കിട്ടുന്നതുകൊണ്ട് തന്നെ ആ നാലാൾ കൂടുമ്പോൾ ആ തമാശയ്ക്ക് വേണ്ടി കൂടുതൽ മറ്റൊരാളുടെ പേരിൽ കളവുകൾ ചാർത്തുന്ന, ആരോപണങ്ങൾ പറയുന്നൊരവസ്ഥ, അതിനുവേണ്ടി പരിഹസിക്കുന്ന ഒരു സാഹചര്യം. ഈ വിഷയത്തിൽ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് സ്ത്രീകളുമായി ബന്ധപ്പെട്ടാണ്. സ്ത്രീകൾ ഈ വിഷയത്തിൽ കുറച്ചധികം സൂക്ഷ്മത പാലിക്കണം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രായേൽ മിഅ്റാജ് യാത്രയെ സമയത്ത് പറയുന്നുണ്ട്, ആ സമയത്ത് നരകത്തിൽ കണ്ട കാഴ്ചയെ സംബന്ധിച്ച് പറയുന്നത് സ്ത്രീകൾക്ക് അത്രത്തോളം സൂക്ഷ്മത ഈ വിഷയത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ, ഒരുപക്ഷെ നിങ്ങളുടെ തിന്മകളെ മാത്രം എടുത്തു പറഞ്ഞ സ്വഭാവം സ്ത്രീകൾക്ക് കൂടുതൽ കണ്ടുവരുന്നു എന്നാണ് ആ യാത്രയ്ക്ക് ശേഷം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. തിന്മകളെ മാത്രം കൂടുതൽ എടുത്തു പറഞ്ഞ സ്വഭാവം. ഒരു വ്യക്തിയെ നമ്മൾ സമഗ്രമായി ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് നന്മയുണ്ടാവും തിന്മയുണ്ടാവും. ഇതിലെ നെഗറ്റീവുകളെ മാത്രം നോക്കി കണ്ടുകൊണ്ട് ആ നെഗറ്റീവിനെ പർവ്വതീകരിച്ചു കൊണ്ടുവരുന്ന സാഹചര്യം കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തലിന്റെ മാതൃക നമ്മൾ ആലോചിച്ച് നോക്കണം. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തിയെ തിരുത്തുകയാണ്. ആ വ്യക്തി തഹജ്ജുദ് നമസ്കരിക്കുന്ന പ്രവാചകൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ പ്രവാചകൻ പറയുന്നത്, അബ്ദുള്ള വളരെ നല്ല വ്യക്തിയാണ്, അദ്ദേഹം തഹജ്ജുദ് കൂടി നമസ്കരിച്ചിരുന്നെങ്കിൽ. ഇങ്ങനെ പ്രവാചകന്റെ തിരുത്തലുകൾ, ആ വ്യക്തികളെല്ലാം പോസിറ്റീവും ആദ്യം എടുത്തു പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഒരു മോട്ടിവേഷൻ കൊടുക്കുന്ന രൂപത്തിൽ ആദ്യം സംസാരിക്കുക. ശേഷമാണ് പറയാ അദ്ദേഹം തഹജ്ജുദ് കൂടി നമസ്കരിച്ചെങ്കിൽ ഒന്നുകൂടി നന്നായേനെ എന്നൊരു അഭിപ്രായം പറയും. ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വ്യക്തി അദ്ദേഹത്തിന് തിരുത്താൻ ഒരു പ്രേരണ ഉണ്ടാവും. നേരെ നമ്മളൊക്കെ എന്താ ചെയ്യുന്നത്? നമ്മുടെ മക്കളെ നമ്മൾ തിരുത്തുന്ന ഒരു രൂപം പലപ്പോഴും പരാതിയാണ്. ഞാൻ പലപ്പോഴും മക്കളെ ഒരുപാടധികം സ്നേഹിക്കുന്നുണ്ട്, പല കാര്യങ്ങളും അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എന്നാൽ മകൻ അല്ലെങ്കിൽ മകൾ തിരുത്താൻ തയ്യാറാവുന്നില്ല. ഞാൻ പറയുന്നത് കേൾക്കാൻ തയ്യാറാവുന്നില്ല. നമ്മളൊക്കെ തിരുത്തുന്ന ആ തിരുത്തലിന്റെ ഒരു വോയിസ് റെക്കോർഡ് ചെയ്ത് വേറെ ആൾക്ക് കേൾപ്പിച്ചു കൊടുക്കണം. അപ്പോഴറിയുള്ളൂ നമ്മൾ തിരുത്തുന്ന ഒരു രൂപം എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ പലപ്പോഴും ആ തിന്മയെ മാത്രം, അവരുടെ കുറവുകളെ മാത്രം നോക്കിക്കാണുന്ന ഒരു സാഹചര്യം ഇന്ന് പൊതുവിൽ കാണുന്നുണ്ട്. അവിടെ നമ്മൾ പ്രവാചകന്റെ ഒരു മാതൃക പാലിക്കണം. നമ്മുടെ കൂട്ടത്തിലുള്ള നന്മകളെ മുഴുവൻ എടുത്തു പറഞ്ഞ് അതൊരു പ്രേരകമായി അവർക്ക് മുന്നോട്ട് കൊണ്ടുവന്ന് അതിലൂടെ മറ്റൊരു നന്മ കൂടി ആഡ് ചെയ്യാനുള്ള, അതുകൂടി കൂട്ടിച്ചേർക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മുടെ സംസാരത്തിൽ പലപ്പോഴും ഉണ്ടാവേണ്ടത്. നാലാളുകൾ കൂടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നടക്കുന്ന സംസാരങ്ങൾ അത് പലപ്പോഴും ഇത്തരം നെഗറ്റീവിന്റെ സംസാരങ്ങളിലേക്ക് പോകുന്നത് ഒരിക്കലും നമ്മൾ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നമുക്ക് ഉണ്ടാവാൻ പാടില്ല. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഇന്ന് സോഷ്യൽ മീഡിയ ആവട്ടെ, നമ്മുടെ അടുക്കിലേക്ക് വരുന്ന ചാനലുകൾ, ചർച്ചകളാവട്ടെ, ഇതെല്ലാം അത്രത്തോളം ഇന്ന് ഈസി ആക്സസ് നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. ചാനലുകൾ നടക്കുന്ന ചർച്ചകൾ, ഇന്നും രാത്രി വീട്ടിൽ പോയി നമ്മൾ TV ഓണാക്കാതെ നമ്മുടെ മൊബൈലുകളും ഒക്കെ കാണുന്ന അത്തരം ചർച്ചകൾ ഇതിനെ സ്വാഭാവികവൽക്കരിക്കുന്നതിൽ വലിയൊരു റോൾ ഉണ്ട് എന്നുള്ളതാണ്. ചാനലുകൾ, ചർച്ചകൾ ഒരിക്കലും വളരെ ക്രിയാത്മകമായ ഒരു സംഗതി നടന്നുകൊള്ളുന്നില്ല, അങ്ങനെ ഉള്ളതും ഉണ്ടാവാം. പക്ഷെ ഭൂരിഭാഗം ചർച്ചകളും മറ്റുള്ളവരെ കുറ്റം പറയുന്ന, രാഷ്ട്രീയക്കാർ തമ്മിലാവട്ടെ, സാമൂഹിക പ്രവർത്തകർ തമ്മിലാവട്ടെ, പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പരിഹാസങ്ങളും കുറ്റവാക്കുകളും പറയുന്ന അവസ്ഥയിലുള്ളത്. ഇത് നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളാവട്ടെ, നമ്മുടെ മക്കളാവട്ടെ, ഇതെല്ലാം നമ്മുടെ മനസ്സിൽ ഫീഡ് ചെയ്യുന്നത് ഇതൊരു നോർമൽ സംഗതിയാണ്. ഒരു നോർമലൈസേഷൻ നമ്മുടെ മനസ്സിൽ വരികയാണ്, സ്വാഭാവികവൽക്കരണം വരികയാണ്. അതുകൊണ്ട് ഗൗരവത്തിൽ നമ്മൾ തിരിച്ചറിയണം, അത്തരം ഭാഷകൾ നമ്മൾ കാണുന്ന, നമ്മൾ കേൾക്കുന്ന, നമ്മൾ അനുഭവിച്ചറിയുന്ന നമ്മുടെ കൂട്ടുകാരിൽ നിന്നാവട്ടെ, സോഷ്യൽ മീഡിയയിലാവട്ടെ, ഇത്തരം ഏരിയകളിലൊക്കെ നമ്മൾ അറിയുന്ന, നമ്മൾ സ്വാംശീകരിച്ചെടുക്കുന്ന വാക്കുകൾ നമ്മുടെ വാക്കുകളായി പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ വിശ്വാസികളാണ്.
കേൾക്കുന്നത് എന്തും പറയുന്ന ആളുകളല്ല നമ്മൾ. അങ്ങനെ ആവരുത് നമ്മൾ. നമ്മൾ അനുഭവിക്കുന്ന, നമ്മൾ കേൾക്കുന്ന, നമ്മുടെ കൂട്ടുകാരിൽ നിന്ന് കിട്ടുന്ന വാക്കുകളൊക്കെ പുറത്തേക്ക് പറയേണ്ട ആളുകളല്ല നമ്മൾ. അതിനെ ഒന്ന് സ്ക്രീൻ ചെയ്ത്, അതൊന്ന് സ്ക്രൂട്ടനൈസ് ചെയ്ത് എന്തെല്ലാമാണ് എനിക്ക് പറയാൻ പാടുള്ളത്, എന്താണ് പറയാൻ പാടില്ലാത്തത് എന്ന് നേരത്തെ നിശ്ചയിച്ചുകൊണ്ട് പറയാൻ നമുക്ക് സാധിക്കണം. ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സംസാരങ്ങളിൽ കളവ് സംഭവിക്കും. നമ്മുടെ സംസാരങ്ങളിൽ പരദോഷം കയറി വരും, ഏഷ്യൻ കയറി വരും. നമ്മുടെ സഹോദരന്റെ പച്ച മാംസം കഴിക്കുന്ന രൂപത്തിലേക്ക് നമുക്ക് വലിയ ശിക്ഷകൾ നാളെ പരലോകത്ത് നേടേണ്ടി വരും. അതുകൊണ്ട് ചുരുക്കത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 5 വിഷയങ്ങൾ. ഒന്ന്, നമ്മൾ സംസാരിക്കുമ്പോൾ നല്ലത് മാത്രം പറയാൻ ശ്രദ്ധിക്കുക. ഒരു ഹദീസ് കാണാൻ കഴിയും, മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. നമ്മൾ നിരന്തരം കേട്ട ഹദീസാണ്, ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവൻ ഫൽയഖുൽ ഖൈറൻ, നല്ലത് മാത്രം സംസാരിക്കട്ടെ, ഔ ലിയസ്മുത്, അല്ലെങ്കിൽ മൗനം പാലിക്കട്ടെ. എങ്ങനെ നല്ലത് സംസാരിക്കുക? നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ വിഷയങ്ങളാവട്ടെ. പഴമക്കാർ പലപ്പോഴും പറയാറുണ്ട്, നമുക്ക് 2 കാതും 1 നാവും നൽകിയത് കൂടുതൽ കേൾക്കാനും കുറച്ച് സംസാരിക്കാനുമാണ്. പക്ഷെ ഇന്ന് സംഭവിക്കുന്നത് നേരെ തിരിച്ചാണ്. ആർക്കും കേൾക്കാൻ ഒഴിവില്ല. നമുക്ക് നമ്മുടെ കുടുംബക്കാരോടുമായി, നമ്മുടെ ഭാര്യയുമായി, നമ്മുടെ ഉമ്മയുമായി, ഉപ്പയുമായി കുറച്ച് സമയം സംവദിച്ച് നമ്മുടെ മക്കളുമായി ചേർന്നിരുന്ന് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പൂർണ്ണമായി കേൾക്കാൻ സമയമില്ലാതെ പോകുന്ന ഒരു സാഹചര്യം കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ കേൾക്കാനുള്ള ഒരു സമയം കൂടി കണ്ടെത്തിക്കൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു സംഗതി പറയുന്നുണ്ട് എങ്കിൽ ഫൽയഖുൽ ഖൈറൻ, അത് നല്ലത് മാത്രമായിരിക്കണം. അത് നല്ലതാണോ എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയണം. ബുദ്ധിയുള്ള വ്യക്തിയുടെ ബുദ്ധി മുൻപിലും നാവ് പിന്നിലുമായിരിക്കും. എന്നാൽ ബുദ്ധിയില്ലാത്ത, ചിന്തിക്കാത്ത വ്യക്തിയുടെ നാവ് മുന്നിലും ബുദ്ധി പിന്നിലുമായിരിക്കും. അത്തരം ആളുകൾ പലപ്പോഴും പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞ ശേഷം കുറച്ച് സോറി, അപ്പോളജിയുമായിട്ട് തിരിച്ചു വരുന്ന അവസ്ഥ കാണാൻ കഴിയും. നമ്മൾ അങ്ങനെ ആവരുത്. നമ്മുടെ ബുദ്ധിയാണ് മുന്നിൽ ഉണ്ടാവേണ്ടത്. എന്തെങ്കിലും ഒരു സംഗതി നമ്മുടെ നാവിലൂടെ പുറത്തേക്ക് വരുന്നുണ്ട് എങ്കിൽ നമ്മളത് ആലോചിച്ചതിന് ശേഷം മാത്രം പുറത്തേക്ക് പറഞ്ഞ രൂപം നമുക്ക് ഉണ്ടാവണം. കാരണം നമ്മൾ അള്ളാഹുവിന്റെ പ്രീതി കാണിക്കുന്ന ആളുകളാണ്. നാളെ സ്വർഗം പ്രതീക്ഷിക്കുന്ന ആളുകൾ നിലയ്ക്ക് അള്ളാഹുവിന് തൃപ്തികരമായ ഒരു വാക്കാണോ ഞാൻ പറയുന്നത് എങ്കിൽ എനിക്കിത് പറയാം. അതല്ല എങ്കിൽ ഞാൻ പൂർണ്ണമായിട്ടും ഒഴിവാക്കും എന്ന നിലയ്ക്ക് അതൊരു പക്ഷേ പറയാതിരുന്നാൽ അതിനേക്കാൾ വലിയ ഖൈർ ഉണ്ടാവും എന്ന ചിന്തയായിരിക്കും നമുക്ക് ഉണ്ടാവേണ്ടത്. ചരിത്രത്തിൽ കാണുകയും പ്രവാചകൻ പ്രവാചകൻ ഒരു സദസ്സിൽ ഇരിക്കുകയാണെങ്കിൽ പ്രവാചകൻ സംസാരിക്കുന്ന സംസാരങ്ങളിൽ വാക്കുകൾ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുമായിരുന്നു. പ്രവാചകൻ പറയുമ്പോൾ ആ സംസാരം മുഴുവൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്ര വാക്കുകൾ പ്രവാചകൻ പറഞ്ഞു എന്ന് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുമായിരുന്നു. ആവശ്യമുള്ളത് മാത്രം പറയുന്ന ഒരു ശൈലിയായിരുന്നു പ്രവാചകൻ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ സംസാരിക്കുമ്പോൾ സത്യസന്ധതയോട് മാത്രം സംസാരിക്കണം. ഉള്ളിലൊരു കാര്യം വെക്കുക, പുറത്ത് വേറൊന്ന് പറയാം. ഈ ഒരു അവസ്ഥ ഒരിക്കലും നമുക്ക് ഉണ്ടാവാൻ പാടില്ല. ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന റീലുകൾ, ഈ റീലൊക്കെ ചെയ്യുന്ന ആളുകൾ ആ റീൽസ് ചെയ്യുന്ന സമയത്ത്, വീഡിയോ എടുക്കുന്ന സമയത്ത് ഭയങ്കര സന്തോഷത്തിൽ അഭിനയിക്കും. എന്നാൽ അവരുടെ പിന്നാമ്പുറങ്ങളിലേക്ക് പോകുമ്പോൾ പിന്നീട് വരുന്ന വാർത്തകൾ പലതും വലിയ സങ്കടത്തിലും ഡിപ്രഷനിലുമായിരുന്നു അവർ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. വീഡിയോ എടുക്കുമ്പോഴും അല്ലാതെയൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ടോ സത്യസന്ധമായി, ഉള്ളിൽ എന്തുണ്ടോ അത് പുറത്തേക്ക് കാണിക്കുന്ന ആത്മാർത്ഥമായ രൂപത്തിൽ സമീപനം നമുക്കുണ്ടാവണം. മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരു കാര്യം സംസാരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മളെ കേൾക്കുന്ന വ്യക്തി നമ്മുടെ നിലവാരത്തെ അവിടെ അളക്കുകയാണ് എന്ന ചിന്ത നമുക്ക് ഉണ്ടാവണം. നമ്മളുമായിട്ട് വ്യക്തി 5 മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി ഇന്നെ പോലെ ഉണ്ടോ എന്ന് പറയുന്നൊരവസ്ഥ, നമ്മളൊരു നെഗറ്റീവിലേക്ക് പോകുന്നൊരവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. നമ്മളൊരാൾ സംസാരിക്കുമ്പോൾ നമ്മുടെ വ്യക്തിത്വത്തെ അളക്കുകയാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ഇന്ന് വാട്സപ്പിലൊക്കെ നിരന്തരം സ്റ്റാറ്റസ് ഇങ്ങനെ തോന്നൊക്കെ ഇട്ടു പോകുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും. യഥാർത്ഥ മനസ്സിലാക്കുക, നമ്മുടെ വാട്സപ്പിലെ സ്റ്റാറ്റസ്, ഫേസ്ബുക്കിലെ, ഇൻസ്റ്റാഗ്രാമിലെ സ്റ്റോറി എന്നുള്ളതൊക്കെ ഇതൊക്കെ നമ്മുടെ വ്യക്തിത്വത്തെയാണ് പുറത്തു കാണിക്കുന്നത്. നമ്മൾ സംസാരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഒരു ആശയത്തെ പുറത്തു കാണിക്കുകയാണ് അവിടെ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വ്യക്തിത്വത്തെ ബാക്കിയുള്ളവർ അളക്കുമ്പോൾ ഒരു വിശ്വാസിയാണ് എന്ന നിലയ്ക്ക് ഒരു മുസ്ലിമിന്റെ വ്യക്തിത്വമാണ് അവിടെ പുറത്തു കാണുന്നത് എന്ന ചിന്ത നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. രണ്ടാമതായിക്കൊണ്ട് നമുക്ക് പറയാൻ പാടില്ലാത്ത, പറയേണ്ടതില്ലാത്തൊരു വിഷയമാണെങ്കിൽ അവിടെ മൗനം പാലിക്കുക എന്നതാണ് നമുക്ക് ഭൂഷണമായിട്ടുള്ളത്. മൗനം വിദ്വാന ഭൂഷണം എന്ന് പറയാറുണ്ട്. നമ്മൾ പറയാൻ പാടില്ലാത്ത കാര്യമാണെങ്കിൽ അവിടെ മൗനം അവലംബിച്ച് മാറിയിരിക്കുന്നത് നമുക്ക് വലിയ ഖൈറുണ്ടാക്കും. നമ്മൾ അറിയേണ്ടത് പലപ്പോഴും കൂടുതൽ കേൾക്കാൻ നമ്മൾ സമയം കണ്ടെത്തുന്ന പറഞ്ഞതിൻ്റെ ഒരു ഗൗരവം നമ്മൾ തിരിച്ചറിയേണ്ടത്, നമ്മുടെയൊക്കെ വീട്ടിലെ മാതാപിതാക്കൾ, നമ്മുടെ വല്യമ്മമാർ, വല്യപ്പന്മാർ, ഇവരൊക്കെ ഡോക്ടർമാരുടെ സംസാരിക്കാൻ പോകുമ്പോൾ, ഡോക്ടർമാരുടെ രോഗം കാണിക്കാൻ പോകുമ്പോൾ നിശ്ചിതമായി എല്ലാ മാസവും പോകേണ്ട ചെക്കപ്പ് ആയിരിക്കും. പക്ഷെ അത് പോയില്ലെങ്കിൽ അവർക്ക് ഭയങ്കര ബേജാറാണ്. അത് ആ രോഗം മാറുക എന്നുള്ള ഒരു വിഷയത്തിനനുസരിച്ചല്ല, മറിച്ച് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്. ഇത് പലപ്പോഴും ഒരു ഡോക്ടറെ അടുത്ത് പൈസ കൊടുത്ത് പോകുമ്പോൾ ആ ഡോക്ടറെ കേൾക്കാൻ നിർബന്ധിതനാണ്. അതുകൊണ്ട് നിരന്തരം പറയുന്ന അവസ്ഥ കാണാൻ കഴിയും. ഇത് കേൾക്കാൻ വീട്ടിലുള്ളവർക്ക് സമയമില്ലാതെ പോകുന്നതാണ് ഏറ്റവും ഗൗരവകരമായ വിഷയം. അതുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ കൂടുതൽ കേൾക്കുന്നുണ്ട് എന്ന കാര്യങ്ങൾ നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ചില ആളുകളൊക്കെ വിശേഷിപ്പിക്കാറുള്ള തന്നെ ഭയങ്കര വായാടിയാണ്, അവരുടെ നാവിന്റെ നീളമുണ്ടല്ലോ എന്നൊക്കെ പറയാം. ഈ ഒരു അവസ്ഥ ഒരിക്കലും നമുക്കുണ്ടാകാൻ പാടില്ല. നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ നല്ലത് മാത്രം, അല്ല എങ്കിൽ നമുക്ക് മൗനം പാലിക്കാനുള്ള ശ്രമം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. മൂന്നാമതായിക്കൊണ്ട് നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കണം.
നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ദേഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ദേഷ്യം മൊത്തം ഷെയർ ചെയ്യാനുള്ളതല്ല. നമുക്കൊരു തലവേദന ഉണ്ടെങ്കിൽ ബാക്കിയോർക്ക് കൂടി ആ തലവേദന ഉണ്ടാക്കണമെന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. മറിച്ച് എനിക്ക് എന്തെങ്കിലും പ്രശ്നമില്ല, അത് ഞാൻ തന്നെ സ്വയം അനുഭവിക്കും. ഇതിൽ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കേണ്ടത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാത്രമേ ഞാൻ കൊടുക്കുകയുള്ളൂ എന്ന ചിന്തയായിരിക്കണം നമുക്ക് ഉണ്ടാവേണ്ടത്. നാലാമതായിക്കൊണ്ട് നമ്മുടെ സംസാരം ഒരു തെറ്റിദ്ധാരണയ്ക്കും ഇടവരാൻ പാടില്ല. മറ്റൊരാളെ പറ്റി ഇല്ലാത്തത് പറയാൻ ഒരിക്കലും ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. വ്യക്തത നമുക്ക് ഉണ്ടാവണം. എന്ത് പറയുന്നുവോ അത് വ്യക്തമായി സംസാരിക്കാൻ കഴിയണം. ഒരിക്കലും അനുഭവം പറയുണ്ടായി, ഒരു ട്രെയിനിൽ ഒരു വ്യക്തി കയറുകയാണ്. ആ വ്യക്തി കയറിയിട്ട് ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുകയാണ്. അവിടെ ട്രെയിനിന്റെ ഫുഡ് സ്റ്റെപ്പിന് തൊട്ട് മുമ്പിൽ കുനിഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. ഇത് ട്രെയിനിൽ ഇരിക്കുന്ന ഒരു ഡോക്ടർ, 3 ഡോക്ടർമാർ ട്രെയിനിൽ ഇരിക്കുകയാണ്. ആ ട്രെയിനിൽ ഒരു ഡോക്ടർ ഒരു ന്യൂറോളജിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു ആ വ്യക്തിക്ക് ഞരമ്പ് സംബന്ധമായ ഒരു അസുഖമുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ കുനിഞ്ഞിരിക്കുന്നത്. അപ്പോൾ തൊട്ടപ്പുറത്ത് വേറൊരു കാർഡിയോളജിസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായ ഒരു പ്രശ്നം, അതുകൊണ്ടാണ് കുനിഞ്ഞിരിക്കുന്നത് പറഞ്ഞു. അപ്പോൾ കൂടി സൈക്യാട്രിസ്റ്റ് ഉണ്ട്, മാനസിക രോഗവിദഗ്ധൻ. അദ്ദേഹം പറഞ്ഞു ആ വ്യക്തിക്ക് എന്തോ ഒരു വലിയ മാനസിക പ്രയാസം, ഡിപ്രഷൻ ഉണ്ട്, അതുകൊണ്ടാണ് അദ്ദേഹം കുനിഞ്ഞിരിക്കുന്നത് പറഞ്ഞു. ഈ 3 പേരും ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഞാൻ ആ വ്യക്തിയുടെ അടുത്തേക്ക് പോയി. അപ്പോൾ വ്യക്തി നേരെ തന്റെ ചെരുപ്പ് ഇങ്ങനെ എടുത്തിട്ട്, എന്റെ സാറേ ഞാൻ ഈ ചെരുപ്പിന്റെ ഈ വള്ളി ഒന്ന് പൊട്ടിയതായിരുന്നു, അത് ഇടുന്ന സമയമായിരുന്നു, അതുകൊണ്ട് കുനിഞ്ഞതാണെന്ന് പറഞ്ഞു. അതായത് ആ വ്യക്തിയോട് സംസാരിക്കാതെ അദ്ദേഹത്തെ പറ്റി വലിയ രൂപത്തിലുള്ള നിഗമനത്തിലേക്ക് എത്തുന്ന ഒരവസ്ഥ ഒരിക്കലും നമുക്ക് ഉണ്ടാവാൻ പാടില്ല. നമ്മൾ തുറന്ന സംസാരങ്ങൾക്ക് വിധേയമാക്കണം. വ്യക്തതയുള്ള തുറന്ന സംസാരങ്ങളാണ് പലപ്പോഴും ഇത്തരം തെറ്റിദ്ധാരണകൾക്ക് നമുക്ക് മാറ്റാൻ കഴിയാൻ സഹായകമാവുന്നത്. 5ാമത്തെ വിഷയം, നമ്മൾ സംസാരിക്കുന്നത് ആരോടാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് എന്ന ബോധ്യം നമുക്ക് ഉണ്ടാവണം. ഓഫീസിൽ സംസാരിക്കുന്ന സ്റ്റാഫിനോട് സംസാരിക്കുന്ന പോലെ ആയിരിക്കരുത് നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ. നമ്മൾ വീട്ടിൽ നമ്മളൊരു ഭർത്താവാണ്, ഒരു ഉമ്മയാണ്. നമ്മൾ എന്ന വ്യക്തിയിലൂടെ ഒരുപാടധികം ആളുകളുമായി കുറേ കാര്യങ്ങൾ സംവദിക്കാനുണ്ട് എന്ന ബോധ്യം നമുക്ക് ഉണ്ടാവണം. ഓരോ സമയത്തിനും സാഹചര്യത്തിനും ആളുകൾക്കും അനുസരിച്ചായിരിക്കണം നമ്മൾ സംസാരം ഉണ്ടാവേണ്ടത്. നമ്മുടെ മക്കൾ ഒരു പക്ഷേ ഒരു ദിവസം പ്രോഗ്രസ് റിപ്പോർട്ട് കിട്ടിയിട്ട് ഫുൾ മാർക്ക് വാങ്ങിയിട്ട് വരുമ്പോൾ ഫുൾ മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞ് വരുമ്പോൾ നമ്മൾ അവരോട് പറയേണ്ടത് അത് മാറ്റി വെക്കും, ഇപ്പൊ ചായ കുടിക്കുമ്പോൾ എന്ന് പറയല്ലാണ് വേണ്ടത്. നമ്മൾ നമ്മുടെ തിരക്കുകളും മറ്റൊക്കെ മാറ്റി വെച്ച് അവിടെ ആ കുട്ടിക്ക് എന്താണോ കിട്ടേണ്ടത്, എന്ത് മറുപടിയാണോ, എന്ത് പ്രോത്സാഹനമാണോ ആ കുട്ടി നമ്മളിൽ പ്രതീക്ഷിക്കുന്നത്, അതാണ് നമുക്ക് കൈമാറാൻ സാധിക്കേണ്ടത്. അതുപോലെ തന്നെ ചില ആളുകൾ കാണുന്ന വിഷയമാണ് സ്വന്തം നന്മകളിനെ എടുത്തു പറയാം. എന്തുണ്ടെങ്കിലും ചെയ്ത കാര്യങ്ങളെ ആവർത്തിച്ച് എടുത്തു പറയുന്നൊരു സ്വഭാവം, ഇതൊരിക്കലും നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അല്ലെങ്കിൽ ഒച്ചത്തിൽ സംസാരിക്കുന്ന കാര്യം ഭയങ്കര ബഹളത്തിൽ, സംഭവം ചെറിയ കാര്യമായിരിക്കും പറയുന്നുണ്ടാവുക, പക്ഷെ അത് ഭയങ്കര ബഹളത്തിൽ പറയുന്ന അവസ്ഥ, അല്ലെങ്കിൽ സ്ഥലകാല ബോധമില്ലാത്തൊരവസ്ഥ, ഇതൊന്നും ഒരിക്കലും വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമുക്ക് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ നാവ് നമുക്ക് സ്വർഗം കരസ്ഥമാക്കാൻ നമുക്ക് പര്യാപ്തമാവണം. നമ്മുടെ ലക്ഷ്യം അതായിരിക്കണം. ഒരുപക്ഷെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ഒരു വ്യക്തി യാചകനായിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ തരുമെന്ന് ചോദിച്ചു വരുമ്പോൾ കൊടുക്കാൻ സ്വതത്തയായി ഒന്നുമില്ല എങ്കിൽ പോലും ഒരു നല്ല വാക്ക് പറയാൻ നമുക്ക് കഴിയുമെങ്കിൽ അത് ആർക്കുണ്ടല്ലോ, ആർക്കും ഇല്ലാത്തതിലൊരു നല്ല വാക്ക് സംസാരിക്കുക എന്നുള്ളത്. സ്വന്തമായി കൊടുക്കുന്ന നല്ല വാക്കുകളാണെങ്കിൽ പോലും നമുക്ക് നാളെ പ്രതിഫലം ലഭിക്കുന്നത് ഒരുപക്ഷെ അതായിരിക്കാം. കൊടുക്കുന്ന സ്വതത്തേക്കാൾ നല്ല വാക്കുകളായിരിക്കാം പ്രതിഫലം ലഭിക്കുന്നത് എന്ന ചിന്തയായിരിക്കണം. നമ്മുടെ സ്വർഗപ്രവേശനത്തിൽ വിഘാതമായി നിൽക്കുന്ന ഒന്നും തന്നെ നമ്മുടെ നാവിലൂടെ, നമ്മുടെ സംസാരത്തിലൂടെ, നമ്മുടെ ഭാഷയിലൂടെ പുറത്തേക്ക് വരുന്നില്ല എന്ന കാര്യം ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കണം. അള്ളാഹു ഇതിന് തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപാട് വിശ്വസിക്കാനാവാത്ത വാർത്തകൾ ദിനേന വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, കാസർഗോഡ് ജില്ലയിലെ ഒരു ഹജ്ജ് കഴിഞ്ഞ് വന്ന ഒരു വ്യക്തി തൻ്റെ സ്വർണം ഇരട്ടിപ്പിക്കാൻ എന്ന പേരിൽ 3.5 കോടിയോളം 5 കോടിയോളം എന്നൊക്കെ പറയുന്നുണ്ട്, അത്രയും വലിയ ഭീമമായ സ്വർണം ഒരു മന്ത്രവാദിയുടെ കയ്യിൽ കൊടുത്ത് സ്വർണം ഇരട്ടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെന്നതും ശേഷം അതിൻ്റെ കൊലപാതകത്തിലേക്ക് മറ്റു വിവരങ്ങളൊക്കെ പോയി. യഥാർത്ഥത്തിൽ നമ്മൾ ഇത്തരം വാർത്തകൾ വായിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് വിശ്വാസം വരാത്ത അത്തരം വാർത്തകൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ചിന്ത, ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളാവട്ടെ, അനാചാരങ്ങളാവട്ടെ, ഇതെല്ലാം പൂർണ്ണമായും ശൈത്വാനിൽ നിന്നാണ് വരുന്നത് എന്ന ചിന്തയായിരിക്കണം വിശ്വാസികൾക്ക് ഉണ്ടാവേണ്ടത്. നാം ഏവരും നമ്മുടെ ജീവിതവുമായിട്ട്, നമ്മുടെ ഈമാനികമായ പരിസരവുമായി മുന്നോട്ട് നീങ്ങുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ അടുക്കലും ഈ ശൈത്വാൻ എന്ന അള്ളാഹുവിൻ്റെ സൃഷ്ടി നമ്മുടെ കൂടെയുമുണ്ട്. 24/7 നമ്മളെ പിന്തുടർന്നുകൊണ്ട്, നമ്മളെ ഫോളോ ചെയ്തുകൊണ്ട് ഈ ശൈത്വാൻ നമ്മുടെ കൂടെയുണ്ട് എന്ന ചിന്ത നമുക്ക് ഉണ്ടാവണം. ശൈത്താൻ തൻ്റെ ശ്രമങ്ങളെ പുറത്തു കാണിക്കാൻ ഒരുപാട് മാർഗങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അതിൽപ്പെട്ട 4 പ്രധാന ടൂളുകൾ, ശൈത്താൻ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന 4 പ്രധാന ടൂളുകൾ. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ ആർത്തി ഉണ്ടാക്കുക എന്നുള്ളതാണ്. സമ്പത്തിനോടാവട്ടെ, സ്ഥാനമാനങ്ങളാവട്ടെ, ഈ ഭൗതികതയിൽ, ഈ ദുനിയാവിൽ നമുക്ക് ലഭിക്കേണ്ട എല്ലാ വിഷയങ്ങളിലും കുറച്ചധികം ആർത്തി ഉണ്ടാക്കി അതിനുവേണ്ട എല്ലാ കുറുക്കുവഴികളിലേക്ക് നമ്മളെ പോയിക്കൊണ്ട് എത്തിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കും. രണ്ടാമത്തെ ഒരു വിഷയം, ശൈത്താൻ എത്തുന്നത് അന്ധവിശ്വാസങ്ങളിലൂടെയാണ്. ഇത്തരത്തിൽ
അഭിവൃദ്ധി ഉണ്ടാവുമെന്നും ഐശ്വര്യം ഉണ്ടാവുമെന്നും മക്കൾ ലഭിക്കണമെങ്കിൽ അങ്ങോട്ട് പോകണമെന്നും നിങ്ങൾക്ക് എന്ത് ആഗ്രഹം സാധൂകരിക്കാനുണ്ടോ, എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ, ഇതിനൊക്കെ പരിഹാരമായിക്കൊണ്ട് ഇന്ന സ്ഥലങ്ങളിലേക്ക് പോയാൽ മതി, ഇന്ന ആളുകളെ കണ്ടാൽ മതി എന്നെല്ലാം പറഞ്ഞ് നമ്മുടെ വിശ്വാസത്തെ അതിനെ എല്ലാ നിലയ്ക്കും ഇല്ലായ്മ ചെയ്യാൻ, നമ്മുടെ വിശ്വാസത്തിൽ കളങ്കമുണ്ടാക്കാൻ ശൈത്താൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഗൗരവകരമായി നാം തിരിച്ചറിയണം, നമുക്ക് എല്ലാ നിലയ്ക്കും തവക്കുലാക്കാൻ, എല്ലാ കാര്യങ്ങളും അള്ളാഹു പറഞ്ഞതുപോലെ ചെയ്ത് ശേഷം അള്ളാഹുവിലേക്ക് തവക്കുലാക്കാൻ സാധിക്കുമെങ്കിൽ പിന്നെ ഈ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ശൈത്താന്റെ ഈ കെണിയിൽ നമ്മൾ രണ്ടാമതായി വീണു പോകുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. മൂന്നാമതായിക്കൊണ്ട് ശൈത്താൻ നമ്മുടെ ജീവിതത്തിലേക്ക് എത്തുക ലൈംഗികമായ വിഷയങ്ങളിലാണ്. ലൈംഗികമായ വിഷയത്തിൽ അപജയങ്ങൾ സംഭവിക്കുന്ന, സ്വന്തം കണ്ണുകൊണ്ട് കാണാൻ പാടില്ല എന്ന് പൂർണ്ണ ബോധ്യമുള്ള വിഷയങ്ങൾ പോലും കാണാൻ വേണ്ടി അങ്ങോട്ട് പോകുന്ന, ഇനി അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല, നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് ഇങ്ങോട്ട് എത്തുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഒരിക്കലും നമുക്ക് ഉണ്ടാവാൻ പാടില്ല. ലൈംഗികമായ വിഷയത്തിൽ അതീവ സൂക്ഷ്മത നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ശൈത്താൻ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപക്ഷെ ലൈംഗികതയിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് നമ്മുടെ വിശ്വാസത്തെ വരെ ബാധിക്കുന്ന, നമ്മുടെ ഈമാനിനെ വരെ ബാധിക്കുന്ന അവസ്ഥയിലേക്ക് ഇത് പോകാൻ സാധ്യതയുണ്ട്. നാലാമതായിക്കൊണ്ട് ശൈത്താൻ നമ്മുടെ ജീവിതത്തിലേക്ക് എത്തുന്നത് ലഹരിയുടെ രൂപത്തിലേക്കായിരിക്കും. നമ്മൾ പോലും ആഗ്രഹിക്കാത്ത, ചിന്തിക്കാത്ത രൂപത്തിൽ, അതൊക്കെ ചെറിയ രൂപത്തിലല്ലേ, എപ്പോഴെങ്കിലും അല്ലേ, വല്ലപ്പോഴുമല്ലേ, അപ്പോൾ ആദ്യമായിട്ടല്ലേ, ഒരു കൗതുകത്തിനല്ലേ, വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന രൂപത്തിലൊക്കെ ലഹരിയുടെ ഏതെല്ലാം വസ്തുക്കളാവട്ടെ, ഏതെല്ലാം ഇനങ്ങളാവട്ടെ ഈ രൂപത്തിലൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ 4 ഏരിയയും വളരെ ഗൗരവത്തിൽ ശൈത്താൻ ഏതെല്ലാം രൂപത്തിൽ നമ്മുടെ വിശ്വാസപരമായ, കർമ്മപരമായ, നമ്മുടെ ഇബാദത്തുകളിലും നമ്മുടെ എല്ലാ വിഷയങ്ങളിലും കടന്നു വരുന്നുണ്ടോ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെല്ലാം കൃത്യമായി മറയിടാനും നമ്മുടെ ജീവിതം പൂർണ്ണമായും അള്ളാഹുവിൻ്റെ വിധികൾക്കനുസരിച്ചാണ്. നമ്മൾ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ബാക്കി തവക്കുലാക്കേണ്ടത്, ഫലമേൽപ്പിക്കേണ്ടത് പ്രപഞ്ചനാഥനായ, ഈ അനുഗ്രഹങ്ങളെല്ലാം തന്ന നമ്മുടെ നാവാവട്ടെ, കണ്ണാവട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം അനുഗ്രഹങ്ങളാവട്ടെ, ഇതെല്ലാം തന്ന ആ അള്ളാഹുവിൽ ഫലമേൽപ്പിക്കാനാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്നും ശേഷം നമുക്കൊക്കെ നേടാനുള്ളത് ആ സ്വർഗമാണ് എന്നും, ആ സ്വർഗത്തിൽ നമ്മളെ വ്യതിചലിപ്പിച്ചു പോകുന്ന, നമ്മളെ വഴിതിരിച്ചു പോകുന്ന ഏതെല്ലാം ഘടകങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം മാറി നിൽക്കുമെന്ന ഉറച്ച ചിന്തയും ബോധ്യവും അതിനുള്ള വിശ്വാസപരമായ ഈമാനും ഊർജ്ജവുമാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ടത്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നാവ് എന്ന വലിയ അനുഗ്രഹം, സംസാരം എന്ന വലിയ അനുഗ്രഹം, ആ അനുഗ്രഹത്തിലൂടെ നമ്മുടെ സ്വർഗ്ഗപ്രവേശനത്തിന് കാരണമാക്കി അള്ളാഹു നമുക്ക് മാറ്റി തരുമാറാകട്ടെ. അതിന് സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഇവിടെ കേൾക്കപ്പെടുന്ന അന്ധവിശ്വാസങ്ങളാവട്ടെ, അനാചാരങ്ങളാവട്ടെ, അത്തരത്തിലുള്ള എല്ലാ കെടുതികളിൽ നിന്നും അള്ളാഹു നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാകട്ടെ. നമ്മൾ മരണപ്പെട്ടു പോയ നമ്മുടെ മുൻഗാമികളാവട്ടെ, നമ്മുടെ ഉമ്മമാർ, ഉപ്പമാർ, നമ്മുടെ ബന്ധുമിത്രാദികൾ, അവരെല്ലാം ഖബറിടങ്ങൾ അള്ളാഹു വിശാലമാക്കി അവരെയും നമ്മയും അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المجاهدين في فلسطين. اللهم انصر إخواننا المجاهدين في فلسطين. اللهم انصر إخواننا المجاهدين في فلسطين. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين.